തേയിലക്കൊളുന്തിന് ന്യായവില ലഭിക്കുന്നില്ല. പൂട്ടിക്കിടക്കുന്ന പീരിമേട് ടീ കമ്പനിയിലെ തൊഴിലാളികൾ ദുരിതത്തിൽ. ഫാക്ടറികളിലെ തോട്ടങ്ങളിൽ കൊളുന്തുൽപാദനം ഉയർന്നതാണ് തൊഴിലാളികൾക്ക് തിരിച്ചടിയായത്. ഇടനിലക്കാരുടെ ചൂഷണവും കൊളുന്തിന് വിലയിടിക്കുന്നുണ്ട്. കൊളുന്തിന്റെ വിലയിടിവ് മൂലം പലരും തേയില പ്ലോട്ടുകൾ ഉപേക്ഷിച്ചു തുടങ്ങി. 2000-ൽ ഉടമ ഉപേക്ഷിച്ചു പോയ തോട്ടമാണ് പീരുമേട് ടീ കമ്പനി. യൂണിയൻ നേതാക്കൾ വീതിച്ചു നൽകിയ തോട്ടത്തിൽ നിന്ന് ലഭിക്കുന്ന കൊളുന്തെടുത്താണ് ഇവരുടെ ഉപജീവനം കഴിയുന്നത്. കൊളുന്ത് വാങ്ങുന്നത് ഇടനിലക്കാരാണ്. ഇവർ ഫാക്ടറികളിൽ കൊളുന്ത് കൊടുത്ത് ഇതിൽ ഒരു വിഹിതം അടിച്ചു മാറ്റും. ഇടനിലക്കാരാണ് കൊളുന്തിന് വില നിശ്ചയിക്കുന്നത്. കാറ്റാടി കവലയിൽ 14 രൂപ നൽകുമ്പോൾ ചീന്തലാറ്റിൽ 11ഉം 12ഉം രൂപയാണ് ഓരോ ഇടനിലക്കാരും നൽകുന്നത്. ഫാക്ടറികളിൽ തള്ളലാണെന്ന പേരിലാണ് വിലയിടിക്കുന്നത്. 4 വർഷമായി. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പം കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് കൊളുന്ത് കൂടിയതുകൊണ്ട് ഫാക്ടറികളിൽ കൊളുന്ത് തള്ളാനെന്നാണ് അവർ പറയുന്നത്. തന്നെയല്ല ഇപ്പോൾ ഇവിടെ കൂലിപ്പണിക്ക് ആളെ കിട്ടാനില്ല. തന്നെയല്ല അഥവാ കിട്ടുവാണെങ്കിലും 500 രൂപ ശമ്പളം കൊടുക്കണം. ഈ കൊളുന്ത് എടുക്കാൻ വരുന്നവർ 500 രൂപ കൊടുക്കുമ്പോൾ ഒരു 50 കിലോയ്ക്കുള്ള അവർ എടുക്കത്തുമില്ല. അപ്പം ഈ പണിയെടുക്കുന്ന കൂലി പോലും മോലാകുന്നില്ല. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. ഇപ്പം ഗുണനിലവാരമുള്ള കൊളുന്ത് നൽകിയാൽ പോലും ന്യായവില ലഭിക്കുന്നില്ല. അതിനാൽ പുറത്തു പണിക്ക് പോകേണ്ട അവസ്ഥയിലാണ് തൊഴിലാളികൾ. എങ്ങനെയാണ് അതിനുകൊണ്ട് എങ്ങനെയാണ് പിള്ളേർ പുറത്താണ് പണിക്ക് പോകുന്നത്. പുറത്തുള്ള പണിക്ക് വേറെ ഇളക്കാട്ടിലൊക്കെ പോകുന്നുണ്ട്. ഇവിടെ ഒരു പണിയാണ് ഈ കൊന്ത് വെച്ച് ഒരു മാസത്തിലെയോ 2 മാസത്തേക്കോ ഒരു പ്രാവശ്യമേ കൊന്ത് പറത്തുള്ളൂ. ഇത്ര ഒരു പ്രാവശ്യമേ കാണത്തുള്ളൂ. 2 ദിവസം എടുക്കാം ഒരു പ്ലോട്ടിൽ. അത്രയും കൊന്താകുന്നില്ല. ഒന്ന് കയറി വരുന്നില്ല. കൊളുന്തെടുത്ത് ജീവിക്കാൻ കഴിയാത്തതിനാൽ പുറംപണിക്ക് പോയാണ് തൊഴിലാളികൾ അന്നത്തിന് വക കണ്ടെത്തുന്നത്. കൊളുന്തെടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതിനാൽ പലരും തങ്ങൾക്ക് കിട്ടിയ പ്ലോട്ടുകൾ പരിപാലിക്കാതെ കാട് കയറി കിടക്കുകയാണ്. ടീ ബോർഡ് വേണ്ട സഹായവും നൽകുന്നില്ല. ഈ നില തുടർന്നാൽ കൂടുതൽ തൊഴിലാളികൾ കൊളുന്തെടുത്ത് നിർത്തും. കൂലി കൊടുത്ത് കൊളുന്തെടുത്താൽ കൂലി പോലും കിട്ടാത്ത അവസ്ഥയാണ്. അതിനാൽ തൊഴിലാളികളിൽ ഭൂരിഭാഗവും കൊളുന്തെടുപ്പിൽ നിന്നും പിൻവാങ്ങുകയാണ്. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.